ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 2ാമത്തെ പാർട്ടാണ് എടുക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമുക്കിന്ന് പ്ലവന തത്വം ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്ലവക്ഷമ ബലം എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററാണ്. അതിലെ 2ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് മുതൽ പഠിക്കുന്നത്. നമ്മൾ ഇന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. പ്ലവന തത്വം ആണ് നമ്മളിന്ന് നോക്കുന്നത്. പ്ലവക്ഷമ ബലവും ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. അപ്പോൾ പ്ലവക്ഷമ ബലം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അത് ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും പ്ലവക്ഷമ ബലവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പഠിച്ചു. ആർക്കിമിഡീസ് തത്വം നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ആർക്കിമിഡീസ് തത്വം തെളിയിക്കുന്നതിനായി ചെയ്ത പരീക്ഷണത്തിൽ നമ്മൾ കല്ല്, ഗ്ലാസ് സ്ലാബ് എന്നിവയ്ക്ക് പകരം മരക്കട്ട, മെഴുകുകട്ട എന്നിവ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മരക്കട്ട, അതുപോലെ മെഴുകുകട്ട എന്നിവ തന്നിട്ടുണ്ട്. വായുവിലെ ഭാരം എത്രയാണ്? മരക്കട്ട അല്ലെങ്കിൽ മെഴുകുകട്ട എന്ന് പറയുമ്പോൾ അതിന് വായുവിലെ ഭാരം എങ്ങനെയാണ്? ജലത്തിലെ ഭാരം, അതിൻ്റെ ജലത്തിലെ ഭാരം എന്താണ്? പ്ലവക്ഷമ ബലം എന്താണ്? ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം എങ്ങനെയാണ്? ഇതാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മരക്കട്ട, നമ്മളൊരു മരക്കട്ട അല്ലെങ്കിൽ മെഴുകുകട്ട എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവയാണ്. മരക്കട്ടയ്ക്കും മെഴുകുകട്ടയ്ക്കും ഭാരമില്ല, അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ജലത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ വായുവിലെ ഭാരം എന്ന് പറയുന്നത്, മരക്കട്ടയ്ക്ക് ഇപ്പം നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ വായുവിലെ ഭാരം ഒരു 10 ന്യൂട്ടനാണെന്ന് ചിന്തിക്കുക. അപ്പോൾ അതിൻ്റെ ജലത്തിലെ ഭാരം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജലത്തിൽ ഇത് പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജലത്തിലെ ഭാരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ പറഞ്ഞ 10 ന്യൂട്ടൺ തന്നെയായിരിക്കും. അവിടെ ഒരു വ്യത്യാസം വരത്തില്ല. അവിടുത്തെ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നതും ഈ 10 ന്യൂട്ടൺ തന്നെയായിരിക്കും. ഇനി വസ്തു ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും എന്ത് തന്നെയായിരിക്കും? 10 ന്യൂട്ടൺ തന്നെയായിരിക്കും. അതായത് ഇവിടെ മരക്കട്ടയും, അതായത് നമുക്ക് പറയാം പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ആ ജലത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ അല്ലെങ്കിൽ മുങ്ങിയിരിക്കുമ്പോൾ വസ്തുവിലേക്ക് ജലം ഒരു ബലം എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് ആ ഒരു വസ്തുവും അതിലേക്കൊരു ഭാരം നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബലമാണ് പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ആർക്കിമിഡീസ് തത്വം പറഞ്ഞു, നമ്മുടെ പ്ലവക്ഷമ ബലം പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു മരക്കട്ടയോ മെഴുകുകട്ടയോ എടുക്കുകയാണെങ്കിൽ അത് ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് എന്തായിരിക്കും? തുല്യമായിരിക്കും. അത് ആ വസ്തുവിൻ്റെ ഭാരവും അത് ആദേശം ചെയ്യുന്ന വസ്തുവിൻ്റെ ഭാരവും ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചു വന്നത്? തുല്യമായിരിക്കും. അപ്പോൾ വസ്തുവിൻ്റെ വായുവിലെ ഭാരവും ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇനി പ്ലവന തത്വം എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. അപ്പം നമ്മൾ അവിടെ പറഞ്ഞ അതേ ആ ഒരു തത്വം തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താ? ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്ത ആ ഒരു ദ്രവത്തിൻ്റെ ഭാരവും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഈ ഒരു തത്വത്തിന് പറയുന്ന പേരാണ് പ്ലവന തത്വം. അപ്പോൾ പ്ലവന തത്വം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മളിതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം
വസ്തുവിൻ്റെ ഭാരത്തേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഒരു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് വസ്തുവിൻ്റെ ഭാരത്തേക്കാൾ കുറവായിരിക്കും. ഇപ്പോൾ ഒരു ദ്രവത്തിൽ നമ്മൾ ഒരു വസ്തു അതിൽ മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുങ്ങിക്കിടക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എങ്ങനെയാണ്? ആ വസ്തുവിൻ്റെ ഭാരത്തേക്കാൾ കുറവായിരിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാം നമ്മളോട്. ചോദിക്കുന്നത് അത് നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിന് ആൻസർ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളിവിടെ പറഞ്ഞതൊന്നുമല്ല, എന്താണ്? ഒരു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എങ്ങനെയാണെന്ന് ഓർത്ത് വയ്ക്കുക. അത് വസ്തുവിൻ്റെ ഭാരത്തേക്കാൾ കുറവായിരിക്കും. എന്നാൽ ദ്രവത്തിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എങ്ങനെയാണ്? ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഏകദേശം 15 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു അലൂമിനിയം ഫോയിൽ ബോട്ടിൻ്റെ ആകൃതിയിലാക്കി ജലോപരിതലത്തിൽ വച്ചു നോക്കൂ. എന്താണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്? ബോട്ടിനുള്ളിൽ 100 ഗ്രാം മാസുള്ള ഒരു തൂക്കക്കട്ടി വയ്ക്കുക. ബോട്ട് മുങ്ങാത്തത് എന്തുകൊണ്ടായിരിക്കും?
ഇപ്പം ജലത്തേക്കാൾ സാന്ദ്രത കൂടിയവയും ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞവയുമാണ് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതാനുള്ളത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓരോന്നിൻ്റെയും സാന്ദ്രത എത്രയാണെന്ന് നമ്മൾ നോക്കണം. ഇവിടെ മണ്ണെണ്ണയുടെ സാന്ദ്രത എന്ന് പറയുന്നത് 810 ആണ്. അതുപോലെ വെളിച്ചെണ്ണയ്ക്കാണെങ്കിലോ 920 ആണ് വെളിച്ചെണ്ണയുടെ സാന്ദ്രത. ഗ്ലിസറിന് 1260 ആണ് ഗ്ലിസറിൻ്റെ സാന്ദ്രത. അതുപോലെ പൂരിത ഉപ്പിലായനിക്ക് 1025 ആണ് പൂരിത ഉപ്പിലായനിയുടെ സാന്ദ്രത. ഇനി ജലത്തിൻ്റെതാണെങ്കിലോ 1000 ആണ് ജലത്തിൻ്റെ സാന്ദ്രത. അപ്പോൾ ജലത്തേക്കാൾ സാന്ദ്രത കൂടിയവ ഇവയിൽ ഏതൊക്കെയാണ്? 1260 ഉള്ള ഗ്ലിസറിനും 1025 ഉള്ള പൂരിത ഉപ്പിലായനിയുമാണ് ജലത്തേക്കാൾ സാന്ദ്രത കൂടിയവ എന്ന് പറയുന്നത്. 1260 ഗ്ലിസറിൻ, 1025 ഏത് പൂരിത ഉപ്പിലായനി. ഇനി ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞവ ഏതൊക്കെയാണ്? മണ്ണെണ്ണയുടെ സാന്ദ്രത 810 ആണ്. വെളിച്ചെണ്ണയുടെ സാന്ദ്രത എന്ന് പറയുന്നത് 920 ആണ്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ഇനി ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം മീറ്റർ പെർ ക്യൂബ്. അപ്പം നമ്മൾ എപ്പോഴും ഇതിൽ എന്ത് ചേർക്കണം? ഇപ്പോൾ ജലത്തിൻ്റെ സാന്ദ്രത ചോദിച്ചു കഴിഞ്ഞാൽ 1000 കിലോഗ്രാം മീറ്റർ പെർ ക്യൂബ് എന്ന് തന്നെ നമ്മൾ പറയണം. അതുപോലെ പെർ മീറ്റർ ക്യൂബ്. അതുപോലെ ഗ്ലിസറിൻ്റെ ചോദിച്ചാൽ 1260 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് തന്നെ പറയണം. ഇനി മറ്റ് പദാർത്ഥങ്ങളുടെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുമായി താരതമ്യപ്പെടുത്തേണ്ട സന്ദർഭങ്ങൾ ശാസ്ത്ര പഠനത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് എന്ന് പറയുന്നതാണ് ആ പദാർത്ഥത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത. അപ്പോൾ ഇവിടെ നമ്മൾ ആപേക്ഷിക സാന്ദ്രതയാണ് പറയുന്നത്. അപ്പോൾ ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ്? ഇപ്പോൾ ഒരു മണ്ണെണ്ണ എടുത്തു, മണ്ണെണ്ണയുടെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആ പദാർത്ഥത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആപേക്ഷിക സാന്ദ്രത എന്ന് മനസ്സിലായല്ലോ. ഇനി ആപേക്ഷിക സാന്ദ്രത കാണുന്നത് എങ്ങനെയാണ്? ആപേക്ഷിക സാന്ദ്രത ഈസ് ഈക്വൽ ടു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത. ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക. ആപേക്ഷിക സാന്ദ്രത കണക്കാക്കാനായിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് ഇത് കണക്കാക്കിയിട്ട് വേണം ആപേക്ഷിക സാന്ദ്രത പറയാനായിട്ട്. അപ്പോൾ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് എങ്ങനെയാണ്? പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ഭാഗം ജലത്തിൻ്റെ സാന്ദ്രത. അങ്ങനെയാണ് നമ്മൾ ആപേക്ഷിക സാന്ദ്രത കണക്കാക്കുന്നത്. ഇനി ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും മണ്ണെണ്ണയുടെ സാന്ദ്രത 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ ആപേക്ഷിക സാന്ദ്രത കാണുന്നതിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? മണ്ണെണ്ണയുടെ സാന്ദ്രത ഭാഗം ജലത്തിൻ്റെ സാന്ദ്രത. ഇവിടെ മണ്ണെണ്ണയുടെ സാന്ദ്രത എത്രയാണെന്ന് നമ്മൾ പഠിച്ചു. 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് മണ്ണെണ്ണയുടെ സാന്ദ്രത എന്ന് പറയുന്നത്. അതേപോലെ ജലത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് എത്രയാണ്? 1000 kg പെർ മീറ്റർ ക്യൂബാണ്. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 0.810 ഒരു പോയിൻ്റ് കൂടി വരേണ്ടിയുണ്ട്. അപ്പോൾ 0.810 അല്ലെങ്കിൽ 810 എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്. ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല. അപ്പോൾ ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റ് ചിലപ്പോൾ 1, 2 എന്നൊക്കെ തന്നിട്ട് ക്വസ്റ്റ്യനിൽ വരാം. അപ്പോൾ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ചെമ്പിൻ്റെ സാന്ദ്രത 8900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എത്രയായിരിക്കും? ഇപ്പോൾ ചെമ്പിൻ്റെ സാന്ദ്രത ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 8900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് എങ്കിൽ
എന്താണ് അതിൻ്റെ ആപേക്ഷിക സാന്ദ്രത എത്ര? അപ്പോൾ ഇതിൻ്റെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ എത്ര കിട്ടും? രണ്ടുമൊക്കെ വെട്ടി പോകുമ്പോൾ നമുക്കിവിടെ 8.9 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് ആൻസർ കിട്ടും. അപ്പം ഇതാണ് ചെമ്പിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത്, ആപേക്ഷിക സാന്ദ്രത. ഇനി മെർക്കുറിയുടെ ആപേക്ഷിക സാന്ദ്രത 13.6 ആണെങ്കിൽ, അപ്പം മെർക്കുറിയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 13.6 ആണെങ്കിൽ അതിൻ്റെ സാന്ദ്രത എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചെമ്പിൻ്റെ സാന്ദ്രതയാണ് നമുക്ക് 8,900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? മെർക്കുറിയുടെ ആപേക്ഷിക സാന്ദ്രത 13.6. മെർക്കുറിയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? 13.6 ആണെങ്കിൽ അതിൻ്റെ സാന്ദ്രത എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെർക്കുറിയുടെ ആപേക്ഷിക സാന്ദ്രത കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഇവിടെ ആപേക്ഷിക സാന്ദ്രത തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആപേക്ഷിക സാന്ദ്രത ഇൻറ്റു ജലത്തിൻ്റെ സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത ഇൻറ്റു ജലത്തിൻ്റെ സാന്ദ്രത കണ്ടാൽ മതി, ഇൻറ്റു ജലത്തിൻ്റെ സാന്ദ്രത. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് എത്രയാണ്? 13.6 ആണ്. ഇൻറ്റു എത്രയാ? 1000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 13,600 എന്ന് ആൻസർ കിട്ടും. അപ്പം ഇതാണ് ഏതിൻ്റെ നമ്മുടെ മെർക്കുറിയുടെ ഈ പറഞ്ഞ സാന്ദ്രത എന്ന് പറയുന്നത്. ഇനി പദാർത്ഥങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത എങ്ങനെ കണ്ടെത്താം? പദാർത്ഥങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുന്നത്? പ്ലവന തത്വപ്രകാരം പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങളാണ് നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ പദാർത്ഥങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത കണക്കാക്കുന്നത് ചില ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ്. അപ്പോൾ പ്ലവന തത്വപ്രകാരം പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങളാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിലൊന്നാമത്തേതാണ് ഹൈഡ്രോമീറ്റർ. എന്താണ് ഹൈഡ്രോമീറ്ററിൻ്റെ ഉപയോഗം എന്ന് നോക്കാം. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. അപ്പോൾ ഹൈഡ്രോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഒരു ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ച് ലഭ്യമായ വിവിധ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്തുക. ജലത്തിൻ്റെ ഹൈഡ്രോമീറ്റർ കാണിക്കുന്ന അങ്കനം എത്രയായിരിക്കും? അപ്പം ജലത്തിൻ്റെ ഹൈഡ്രോമീറ്റർ കാണിക്കുന്ന അങ്കനം എന്ന് പറയുന്നത് എത്രയാണ്? ജലത്തിൽ ഹൈഡ്രോമീറ്റർ കാണിക്കുന്ന അങ്കനം. അപ്പം നമുക്ക് നോക്കാം. ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് എത്രയാണ്? 1000. അപ്പം നമ്മൾ ഒരു വസ്തുവിൻ്റെ ആപേക്ഷിക സാന്ദ്രത കാണുന്നതിന് ജലത്തിൻ്റെ സാന്ദ്രത കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1000നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ഉത്തരം കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത ഹൈഡ്രോമീറ്ററിൽ കാണിക്കുന്ന അങ്കനം എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 1 ആണ്. ജലത്തേക്കാൾ സാന്ദ്രതയുള്ള ദ്രാവകത്തിൽ ഹൈഡ്രോമീറ്റർ സൂചിപ്പിക്കുന്ന അങ്കനം 1 എന്ന അങ്കനത്തിന് മുകളിലായിരിക്കുമോ താഴെ ആയിരിക്കുമോ? അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, എന്താ ചോദിച്ചിരിക്കുന്നത്? ജലത്തേക്കാൾ സാന്ദ്രതയുള്ള ദ്രാവകത്തിൽ, ജലത്തേക്കാൾ കൂടുതൽ സാന്ദ്രതയുള്ള ദ്രാവകത്തിൽ ഹൈഡ്രോമീറ്റർ സൂചിപ്പിക്കുന്ന അങ്കനം എന്ന് പറയുന്നത് 1 എന്ന അങ്കനത്തിന് മുകളിലായിരിക്കുമോ താഴെ ആയിരിക്കുമോ? അപ്പോൾ 1 എന്ന അങ്കനത്തിന് താഴെ ആയിരിക്കും. ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ 1ന് താഴെയായിരിക്കും. ജലത്തേക്കാൾ സാന്ദ്രത കുറവ് ആണെങ്കിൽ 1ന് മുകളിലേക്കായിരിക്കും. അപ്പോൾ ജലത്തേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ നമ്മുടെ ഹൈഡ്രോമീറ്റർ എന്ത് ചെയ്യും? ഹൈഡ്രോമീറ്റർ താഴ്ന്നു നിൽക്കും. ഇനി ജലത്തേക്കാൾ സാന്ദ്രത കുറവാണെങ്കിലോ ഹൈഡ്രോമീറ്റർ ഉയർന്നു നിൽക്കും. അപ്പോൾ ഇവിടെയാണ് 1 എന്ന് പറയുന്നത്. ഇവിടെയാണ് 1 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 1നേക്കാൾ കൂടുതലാണെങ്കിൽ താഴോട്ടല്ലേ വരുന്നത്. അപ്പോൾ ഹൈഡ്രോമീറ്റർ എന്ത് ചെയ്യും? താഴ്ന്നു നിൽക്കും. ഇനി 1നേക്കാൾ കൂടുതൽ, ജലത്തേക്കാൾ സാന്ദ്രത കുറവാണെങ്കിലോ ഹൈഡ്രോമീറ്റർ ഉയർന്നു നിൽക്കും.
അപ്പം അത് ശ്രദ്ധിക്കുക. ഹൈഡ്രോമീറ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അങ്കനങ്ങൾ സൂചിപ്പിക്കുന്ന ആപേക്ഷിക സാന്ദ്രതാ വിലകൾ താഴോട്ട് വരുംതോറും കൂടി വരും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഹൈഡ്രോമീറ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അങ്കനങ്ങൾ സൂചിപ്പിക്കുന്ന ആപേക്ഷിക സാന്ദ്രതാ വിലകൾ താഴോട്ട് വരുംതോറും കൂടി വരും. അപ്പോൾ താഴോട്ടാണെങ്കിൽ എന്ത് ചെയ്യും? സാന്ദ്രത കൂടുതലായിരിക്കും. അതിനാൽ ഹൈഡ്രോമീറ്റർ കൂടുതൽ പൊങ്ങിക്കിടക്കുന്ന ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത എങ്ങനെയാണ്? അങ്ങനെയുള്ളവയുടെ ആപേക്ഷിക സാന്ദ്രത കൂടുതലായിരിക്കും. പാലിൽ വെള്ളം ചേർത്ത് വിൽക്കുന്നത് കുറ്റകരമാണെന്ന് അറിയാമല്ലോ. പാലിൽ വെള്ളം ചേർന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? അതിനുപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. തത്വത്തിൽ ഇതൊരു ഹൈഡ്രോമീറ്റർ തന്നെയാണ്. അപ്പം നമ്മൾ ഹൈഡ്രോമീറ്റർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെയാണ് ലാക്ടോമീറ്ററിൻ്റെ പ്രവർത്തനവും. ശുദ്ധമായ പാലിലും ജലം ചേർത്ത പാലിലും ലാക്ടോമീറ്റർ കാണിക്കുന്ന റീഡിംഗ് തുല്യമായിരിക്കുമോ? എന്തുകൊണ്ട്? ശുദ്ധമായ പാലിലും ജലം ചേർത്ത പാലിലും ലാക്ടോമീറ്റർ കാണിക്കുന്ന റീഡിംഗ് തുല്യമായിരിക്കുമോ? അല്ല. ശുദ്ധമായ പാലിലാണെങ്കിൽ ലാക്ടോമീറ്ററിൻ്റെ ആപേക്ഷിക സാന്ദ്രത എങ്ങനെയായിരിക്കും? സാന്ദ്രത കൂടുതലായിരിക്കും. ഇനി ജലം ചേർത്ത പാലിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? ലാക്ടോമീറ്ററിൻ്റെ ആപേക്ഷിക സാന്ദ്രത കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ശുദ്ധമായ പാലിൽ സാന്ദ്രത കൂടുതലായിരിക്കും, വെള്ളം ചേർത്ത പാലിലാണെങ്കിൽ സാന്ദ്രത കുറവായിരിക്കും. ശുദ്ധമായ പാലിലാണോ കൊഴുപ്പ് മാറ്റിയ പാലിലാണോ ലാക്ടോമീറ്റർ കൂടുതലായി താഴുന്നത്? എന്തായിരിക്കും കാരണം? അപ്പോൾ നമുക്കറിയാം ശുദ്ധമായ പാലിലാണോ കൊഴുപ്പ് മാറ്റിയ പാലിലാണോ ലാക്ടോമീറ്റർ കൂടുതലായി താഴുന്നത്? എന്തായിരിക്കും കാരണം? അപ്പോൾ ലാക്ടോമീറ്ററിൽ സാന്ദ്രത കൂടുന്നത് എങ്ങനെയായിരിക്കും? കൊഴുപ്പ് കൂടിയ പാലിലായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? ഈ ശുദ്ധമായ പാലിലാണ് എന്ത് സാന്ദ്രത കൂടുതലുള്ളത്. കൊഴുപ്പ് മാറ്റിയ പാലിൽ എന്ത് കുറവായിരിക്കും? സാന്ദ്രത കുറവായിരിക്കും. അപ്പോൾ കൊഴുപ്പ് മാറ്റിയ പാലിൽ ലാക്ടോമീറ്റർ എന്ത് ചെയ്യും? ലാക്ടോമീറ്റർ ഉയർന്നു നിൽക്കും. ശുദ്ധമായ പാലിലാണെങ്കിലോ ലാക്ടോമീറ്റർ കൂടുതലായി താഴ്ന്നു നിൽക്കും. അതിനുള്ള കാരണം ശുദ്ധമായ പാലിൽ സാന്ദ്രത കൂടുതലാണ്, കൊഴുപ്പ് മാറ്റിയാൽ അവിടെ എന്ത് കുറവാണ്? സാന്ദ്രത കുറവാണ്. പാലിൽ വെള്ളം ചേർന്നിട്ടുണ്ടോ എന്ന് ലാക്ടോമീറ്റർ ഉപയോഗിച്ച് എങ്ങനെ തിരിച്ചറിയും? അപ്പോൾ പാലിൽ വെള്ളം ചേർന്നിട്ടുണ്ടോ എന്ന് ലാക്ടോമീറ്ററിൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? കാരണം പാലിൽ വെള്ളം ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന് സാന്ദ്രത എങ്ങനെയാണ്? കുറവായിരിക്കും. വെള്ളം ചേർത്തിട്ടില്ല എങ്കിൽ സാന്ദ്രത കൂടുതലായിരിക്കും. അതായത് ലാക്ടോമീറ്റർ സാന്ദ്രത കുറവ് ആണെങ്കിൽ ലാക്ടോമീറ്റർ ഉയർന്നു നിൽക്കും, സാന്ദ്രത കൂടുതലാണെങ്കിൽ ലാക്ടോമീറ്റർ എന്ത് ചെയ്യും? താഴ്ന്നു നിൽക്കും. അപ്പം അതാണ് പ്രത്യേകത. പാലിൽ വെള്ളം ചേർത്ത് വിൽക്കുന്നത് പോലെ കുറ്റകരമാണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായം ചേർക്കുന്നത്. ഇത് ഒരു സാമൂഹിക വിപത്തും കൂടിയാണ്. ഇതിനെതിരെ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കി സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്ററായ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ലാസ്സുകൾക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നിങ്ങളുടെ സ്നേഹം ലൈക്കായിട്ട് നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ക്ലാസ്സുകളും വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.